ഭോപ്പാലിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ബ്ലഡ് ബാങ്കിൽ നിന്ന് രക്തവും പ്ലാസ്മയും മോഷ്ടിക്കപ്പെട്ടതായി പരാതി. സംഭവത്തിൽ ഔട്ട്സോഴ്സ് ജീവനക്കാരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. ഔട്ട്സോഴ്സ് ജീവനക്കാരനായ അങ്കിത്തിനായി തെരച്ചിൽ തുടരുകയാണ്. ഭോപ്പാൽ എയിംസിലെ രക്തബാങ്കിൽ നിന്നും ദീർഘനാളായി രക്തവും പ്ലാസ്മയും തുടർച്ചയായി അപ്രത്യക്ഷമാകുന്നതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് ഇത് പരിശോധിക്കുന്നതിനായി പ്ലാസ്മ യൂണിറ്റുകൾക്ക് സമീപം CCTV ക്യാമറ സ്ഥാപിച്ചു. സെപ്റ്റംബർ 28-ന് പ്ലാസ്മ യൂണിറ്റുകൾ മോഷണം പോയതായി കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ CCTV ക്യാമറ പരിശോധിച്ചു. രക്തബാങ്കിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്ത സാങ്കേതിക ജീവനക്കാരനായ അങ്കിത് 2 യൂണിറ്റ് പ്ലാസ്മ എടുത്തു മറ്റൊരാൾക്ക് കൈമാറുന്നതായി CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തി. അധികൃതർ വിശദീകരണം തേടിയ ഘട്ടത്തിൽ അങ്കിത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്നാണ് രക്തബാങ്കിന്റെ ചുമതലക്കാരനായ ഡോക്ടർ ജ്ഞാനേന്ദ്ര പ്രസാദ് ബാഗ് സെവാനിയ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. CCTV ദൃശ്യങ്ങളും പോലീസിന് കൈമാറി. അങ്കിത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണെന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രജനീഷ് കശ്യപ് കൗൾ അറിയിച്ചു. എന്തിനുവേണ്ടിയാണ് രക്തം മോഷ്ടിച്ചത് എന്ന കാര്യവും അധികൃതർ പരിശോധിച്ചു വരികയാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.